നമസ്കാരം. പ്രധാന വാർത്തകൾ. കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടപ്പെട്ട 3 പേർക്ക് വിട നൽകി നാട്. വനം വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തം. സ്ഥിതി വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം. പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്ന് AK ശശീന്ദ്രൻ. പാതിവില തട്ടിപ്പിൽ അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. അനന്തുവിനൊപ്പമുണ്ടായിരുന്ന യുവതിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നില്ല എന്ന് പരാതി. അനന്തുവിന്റെ ലീഗൽ അഡ്വൈസർ താനെന്ന് ലാലി വിൻസെന്റ്. പണം വാങ്ങിയിട്ടില്ലെന്ന് വിശദീകരിച്ച് ഡീൻ കുര്യാക്കോസ്. സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയതിനെ ന്യായീകരിച്ച് CPIM. തീരുമാനം കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്ന് R ബിന്ദു. ഓരോന്നിനും ഓരോ സമയമുണ്ട്. SFIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും മന്ത്രി. അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. 16കാരനടക്കം 2 പേർ റിമാൻഡിൽ. മുക്കം പീഡന ശ്രമക്കേസിൽ ആരോപണവുമായി യുവതി. ആൺ സുഹൃത്തുമായുള്ള ദൃശ്യങ്ങൾ കാട്ടി ദേവദാസ് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. എൻ്റെ സ്ഥാപനത്തിൽ വരാൻ പോകുന്ന സ്റ്റാഫല്ലേ, അവളുടെ എല്ലാ ഇതും ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് അയാൾ എല്ലാം ചെയ്തു തന്ന്. ഞാൻ വേണ്ടാന്ന്, അയാൾ എത്ര പൈസ ഇട്ട് തന്നപ്പോൾ ഞാൻ അത് വേണ്ടാന്ന് പറയുന്ന എല്ലാ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ 1 രൂപ പോലും ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ച് മേടിച്ചിട്ടില്ല. കൊച്ചി കൊക്കൈൻ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ. എല്ലാ പ്രതികളെയും വെറുതെ വിട്ട് എറണാകുളം സെഷൻസ് കോടതി. ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ലെന്ന് കോടതി. കേരളം ലഹരിക്കടത്തിന്റെ കേന്ദ്രമായി എന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. AI തൊഴിൽ നഷ്ടമുണ്ടാക്കുമോ എന്നതിൽ ആശങ്കയെന്ന് പ്രധാനമന്ത്രി. വെല്ലുവിളികൾ നേരിടാൻ രാജ്യങ്ങൾ സഹകരിക്കണം. മോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുന്നു. ഹമാസ് എല്ലാ ബന്ദികളെയും ശനിയാഴ്ചയ്ക്കകം മോചിപ്പിക്കണമെന്ന് ട്രംപ്. ഇല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം കാട്ടാന ആക്രമണത്തിൽ 3 പേർ മരിച്ചു. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന വീട്ടമ്മയുടെ ജീവനെടുത്തതിന് പിന്നാലെ വയനാട് നൂൽപ്പുഴയിൽ ഉണ്ടായ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. തിരുവനന്തപുരം പാലോട് മധ്യവയസ്കൻ മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണ് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ പെരുവന്താനത്തിന് സമീപം മതമ്പ കൊമ്പൻപാറയിലാണ് സോഫിയ ഇസ്മായിലിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. കുളിക്കാനായി വീടിന് സമീപത്തെ അരുവിയിലേക്ക് പോയ സോഫിയയെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഇടുക്കി സംഭവത്തിലെ ഞെട്ടൽ മാറും മുമ്പാണ് വയനാട് നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവിന്റെ മരണവാർത്ത. ബത്തേരിയിൽ നിന്ന് 14 കിലോമീറ്റർ അപ്പുറം നൂൽപ്പുഴയിൽ നിന്ന് കാപ്പാടിന് പോകുന്ന വഴിയിൽ ഇരുമ്പുപാലത്തിന് സമീപമായിരുന്നു സംഭവം. കവലയിൽ നിന്ന് സാധനങ്ങളുമായി വരുമ്പോൾ വയലിൽ വെച്ചാണ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം സ്ഥിരമായി കാട്ടാന ശല്യമുള്ള മേഖലയാണ്. തിരുവനന്തപുരം പാലോട് മടത്തറ പുലാക്കോട് ചതുപ്പിൽ ബാബുവും കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിൽ. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. പാലോട് പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിലാണ് മരണം കാട്ടാനയുടെ ആക്രമണത്തിൽ എന്ന് സ്ഥിരീകരിച്ചത്. ജോലിക്ക് പോയ ബാബുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാനത്തെ കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് ഉന്നതതല യോഗം നാളെ. ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും മേധാവികളെ പങ്കെടുപ്പിച്ചാണ് യോഗം. പട്രോളിംഗ് ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഇടുക്കി പെരുവന്താനത്ത് ഇന്നലെ കാട്ടാന ചവിട്ടിക്കൊന്ന സോഫിക്ക് സുഖമില്ലാത്ത ഒരു കുട്ടിയടക്കം 2 മക്കളാണ് ഉള്ളത്. സോഫിയുടെ ഒരു പഴയ വീഡിയോ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വന്നേക്കാവുന്ന മരണത്തെക്കുറിച്ചായിരുന്നു ഇവർ പറഞ്ഞത്.
വന്യജീവി ആക്രമണത്തെക്കുറിച്ച് സോഫിയും കുടുംബവും വിവരിക്കുകയാണ്. ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസർമാരോടുള്ള ഇവരുടെ വാക്കുകളിൽ ഭീതിയും നിസ്സഹായതയുമുണ്ട്. പ്രദേശത്ത് മാത്രം 27 കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. കൂടാതെ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യവും. മാസങ്ങൾക്ക് മുൻപാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. പട്ടിയെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നീ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് താഴത്ത് പുലി ഇറങ്ങി, പുലി ഓടി. പുലി അപ്പനെ ഇവിടെ പട്ടിയെ പിടിച്ചിട്ട് താഴെ ആടി പട്ടിയെ കൊണ്ടുപോയി. അത് 50-60 കിലോ വരെ അത് എടുക്കും. ഇത്രയും ഉണ്ട് സാർ. ശരിക്കും പറയുകയാണെ 27 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 27 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. ഈ നാളെ വണ്ടി നമ്മൾ ഇത്രയും നടന്നു കയറി ഞങ്ങളുടെ തന്നെയല്ല പിടിച്ചോ. പുറത്തുകാരൻ ഒരു വീടുണ്ട്, 2 പെൺപിള്ളേര് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആദ്യം ഒന്നിനെ കൊണ്ടുപോയത്, പിന്നെ പിടിച്ചുകൊണ്ടുപോയി പശുവിനെ. ഉദ്യോഗസ്ഥരോട് ദുരിതം വിവരിച്ച സോഫിയ ഇന്ന് നമുക്കൊപ്പമില്ല. നാളെ മറ്റാരൊക്കെ ഇതുപോലെ ഇല്ലാതാകുമെന്നും അറിയില്ല. അത് പറയുമ്പോൾ പേടിയല്ല, നിസ്സഹായതയാണ് പലർക്കും. ഒരു ജീവൻ എന്തേറെ വിലയുണ്ടെന്ന് നമ്മൾ കൽപ്പിക്കുന്നു. പക്ഷേ ആ 10 ലക്ഷത്തിൽ ഒതുങ്ങുന്നതല്ല ആരുടെയും ജീവിതം. അതുങ്ങൾ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കൊച്ചു. അതൊക്കെ ഈ രാത്രി ഇവിടുന്ന് 4 പിള്ളേരെ ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോന്നു. സന്ധ്യയ്ക്ക് 5:30 കഴിയുമ്പോൾ പലപ്പോഴും തിരിഞ്ഞോടി വന്നിട്ടുണ്ട്. ഈ ആനയുടെ ശല്യം കാരണമുണ്ട്. ശല്യം എന്ന് പറഞ്ഞാൽ ആന വഴി നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചോടി പോരുക. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കൂലിവേല എടുത്ത് ജീവിക്കുന്ന ഇവർ ഇപ്പോൾ സന്ധ്യയായാൽ പുറത്തിറങ്ങാറില്ല. ഈ ഭാഗമെല്ലാം നശിപ്പിക്കാൻ ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥ. ഇവിടുന്ന് അപ്പുറത്തൊരു കിണറുണ്ട്. ആ കിണറിൻ്റെ ചുറ്റിനും കുറേ കമുകും പിന്നെ വൃക്ഷങ്ങളും നശിപ്പിച്ച് അങ്ങനെ വളരെ ഭയങ്കര ശല്യമാണ്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടി ഉണ്ടാവുമെന്ന് സർക്കാർ പറയുമ്പോഴും RRT സംഘം എന്നത് ഇവരിൽ പലർക്കും കേട്ടുകേൾവി മാത്രം. ഇവിടെ RRT സംഘം എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ്. കാരണം ഈ പ്രദേശത്തുണ്ടാകുന്ന ഇത് ഇടുക്കി ജില്ലയാണ്. ഇവിടെ ഇങ്ങനത്തെ സംഭവത്തെക്കുറിച്ച് നമുക്കറിയില്ല. പിന്നെ ഉള്ളത് കോട്ടയം ജില്ലയാണ്. വണ്ടൻപാതാലിലുണ്ടെന്നാണ് അറിവ്. പക്ഷേ നമ്മളിവിടെ വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൊമ്പൂത്തിൽ ഒരു ഗാർഡുണ്ട്, ഫോറസ്റ്റ് ഗാർഡ്, അപ്പോളോ എന്ന് വിളിപ്പേര് ഉദയകുമാർ. ഞങ്ങൾ എന്തൊരാവശ്യമുണ്ടെങ്കിലും പുള്ളിയെ വിളിച്ചാൽ അങ്ങേര് കൃത്യസമയത്ത് ഓടിയെത്തും. പുള്ളി വന്ന് വിളിച്ചറിയിച്ചതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുക. വന്യജീവികൾ പെരുകുന്നതിന് എസ്റ്റേറ്റ് അധികൃതരാണ് ഉത്തരവാദികളെന്ന് പറയുന്നവരുമേറെ. 100 കണക്കിന് പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായി വളർന്നു നിൽക്കുകയാണ് അടിക്കാടുകൾ. ഈ എസ്റ്റേറ്റ് മേഖല മുഴുവനും കുറ്റിക്കാടുകൾ വനം. അതിനകത്ത് ആനയ്ക്ക് ഇഷ്ടംപോലെ തീറ്റയുണ്ട്. അപ്പോൾ ഇത് ഉൾവനത്തിലേക്ക് പോയാലും ഓടിച്ചു വിട്ടുന്ന പറയും വീണ്ടും അത് അവിടെ തന്നെ എത്തും. ഇന്ന് ന്യൂസ് 18നോട് സംസാരിച്ചവരെ അധികൃതർ ഓർത്തു വയ്ക്കുക. നാളെ ഇവരാരും മറ്റൊരു വാർത്തയിൽ ഇടം പിടിക്കാതിരിക്കട്ടെ. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം കരുവാരക്കുണ്ട് കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കരുവാരക്കുണ്ട് ചുള്ളിയോട്ട് പ്ലാത്തോട്ടത്തിൽ ഏലിയാമ്മയ്ക്കാണ് പരിക്കേറ്റത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. പശുവിന് കഞ്ഞിവെള്ളം നൽകാനായി പുറത്തിറങ്ങിയ ഏലിയാമ്മയെ കാട്ടുപന്നി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. അനന്തു കൃഷ്ണനും സംഘവും മോഷ്ടിച്ച കോടികൾ എവിടെ? പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന് ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന് സംശയം. ഇവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടും അന്വേഷിക്കുന്നില്ല എന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ രാജസിംഹാൻ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രതിക്കൊപ്പം അപ്പാർട്ട്മെന്റിലേക്ക് യുവതി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. അനന്തു കൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ താനാണ് എന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പറഞ്ഞു. പണം വാങ്ങിയിട്ടില്ലെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. തട്ടിപ്പിൽ കോഴിക്കോട് ഫറൂഖിലും കേസെടുത്തു. അനന്തു കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മെറീൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിയുടെ ഒപ്പമുണ്ടായിരുന്ന യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അനന്തു കൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റാണ് യുവതിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതി തട്ടിയെടുത്ത പണവും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരവും യുവതിക്കറിയാം. എന്നാൽ യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു.
അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 to 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അത് ഹൈഡ് ചെയ്തിരിക്കുന്നത്? അനന്തകൃഷ്ണനെതിരായ കേസ് ഒത്തുതീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് എ രാജസിംഹൻ ആരോപിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നത് തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം. രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു ഇടപെടലായിരിക്കും ഇതിൽ നടക്കുക. ഒരു പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, ഈ കേസിന് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നോബഡി വാണ്ട്സ് ദിസ് കേസ്. ദർ ഇസ് നോബഡി ടു ഓൺ ഇറ്റ് ഓർ ടു ക്ലൈം ഇറ്റ് എക്സെപ്റ്റ് ദ മീഡിയ. മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു ലൈഫേ ഈ കേസിനുള്ളൂ. എന്നാൽ യുവതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. കോടികളുടെ ഇടപാട് നടന്ന വലിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാക്കുമെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. ഞാൻ തന്നെയാണ് ലീഗൽ അഡ്വൈസർ. അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. കാരണം കണ്ണൂർ കോടതിയിൽ അനന്തുവിൻ്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാനത് വാദിക്കുന്നത് മോറലി ശരിയല്ല. അതുകൊണ്ട് അഗസ്റ്റസാണ് വാദിച്ചത്. പക്ഷേ ഞാൻ അഗസ്റ്റസിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട്. അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ഡീൻ കുര്യാക്കോസ് MP. അപ്പോൾ ഞാനോ എൻ്റെ സ്റ്റാഫോ ഏതെങ്കിലും തരത്തിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി മറ്റു തരത്തിലുള്ള ഒരു ഇടപാട് നടത്തിയിട്ടില്ല. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ പരാതിയിൽ പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് ഫറോക്കിലും കേസെടുത്തു. 6,32 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്നും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാം എന്നുമായിരുന്നു കരാർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. സായ് ഗ്രാമം ഡയറക്ടർ KN ആനന്ദ്കുമാറിനെ പുകഴ്ത്തി അനന്തകൃഷ്ണൻ സംസാരിക്കുന്ന വീഡിയോ പുറത്ത്. കായംകുളത്ത് നടന്ന NGO കോൺഫെഡറേഷന്റെ പരിപാടിയിലാണ് അനന്തു സംസാരിച്ചത്. അനന്തകൃഷ്ണന്റെ സാമൂഹ്യ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം യോഗങ്ങളിൽ നിക്ഷേപകരെ അനന്തു ആകർഷിക്കാറുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ഡയാലിസിസ് യൂണിറ്റ് സായി ഗ്രാമം നടത്തുന്നതാണ്. ഉടനെ തന്നെ നൂറനാട് വരാനായിട്ട് പോവുകയാണ്. നൂറനാട് അടുത്ത ഡയാലിസിസ് സെൻറ്റർ വരാൻ പോവുകയാണ്. സാറ് ഇതിനോടകം കേരളത്തിൽ നടപ്പിലാക്കിയത് 20 സൗജന്യ ഡയാലിസിസ് കേന്ദ്രമാണ്. ആ 20 സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിലൂടെ 5,10,10,000 സൗജന്യ ഡയാലിസിസ് ആണ് അദ്ദേഹം ഇതിനോടകം സൗജന്യമായിട്ട് കൊടുത്തത്. അതിനുവേണ്ടി തന്നെ 100 കോടി രൂപയാണ് സായി ഗ്രാമം ചെലവഴിച്ചത്. 100 കോടി രൂപ ചെലവഴിച്ച അദ്ദേഹത്തിന് ഏറ്റവും വലിയ കെൻഡക്കി നാഷണൽ അവാർഡ് തേടിയെത്തുകയുണ്ടായി. ഇന്ത്യയുടെ ഡയാലിസിസ് മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത്തരം മഹത്തരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മളോടൊപ്പം ഈ വേദിയിലുള്ളത്. അനന്തകുമാർ സർ എല്ലാ മേഖലയിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതാണ്. അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഡാൻസ് പഠിപ്പിക്കുന്നു. സമൂഹം അവജ്ഞയോടുകൂടി മാറ്റി നിർത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് നിർത്തി അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഡാൻസ് പഠിപ്പിക്കുകയാണ്. പാതിവില തട്ടിപ്പിൽ CN രാമചന്ദ്രൻ നായർക്കായി നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ്കുമാറിന്റെ വാർത്താക്കുറിപ്പ് പുറത്ത്. രാമചന്ദ്രൻ നായർ കോൺഫെഡറേഷനിൽ ഇടപെട്ടിട്ടില്ല എന്നും നേരത്തെ തന്നെ രാജി സമർപ്പിച്ചിരുന്നതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സംഘടനയുടെ ബോർഡ് മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. പെരിന്തൽമണ്ണ പോലീസ് ആനന്ദ്കുമാറിനെ 1-ാം പ്രതിയും CN രാമചന്ദ്രൻ നായരെ 3-ാം പ്രതിയാക്കിയും കേസെടുത്തതിന് പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. സ്വകാര്യ സർവകലാശാല കാലഘട്ടത്തിന് അനിവാര്യമായ തീരുമാനം എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. നയപരമായ തീരുമാനമാണ് CPIM കൈക്കൊണ്ടത്. SFIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. CPI എതിർത്തിട്ടില്ല എന്നും ഭേദഗതി വേണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ആയിരുന്ന സിസ തോമസിന്റെ പെൻഷൻ തടഞ്ഞ സർക്കാർ നടപടിക്ക് തിരിച്ചടി. സിസ തോമസിന് താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണം. സർക്കാരിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സിസ തോമസിന്റെ ഹർജിയിൽ ട്രൈബ്യൂണൽ സർക്കാരിനോട് വിശദീകരണവും തേടി.
കേരളം ലഹരിക്കടത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലായിരുന്നു വിമർശനം. ലഹരിക്കടത്ത് തടയാൻ ഒന്നിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യം. എന്നാൽ ലഹരിക്കടത്ത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. ലഹരി ഉപയോഗം മൂലമുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന്മേലാണ് ചൂടേറിയ ചർച്ച നടന്നത്. ലഹരി ഉപയോഗത്തിലൂടെ സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലമാണിതെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ച പി.സി. വിഷ്ണുനാഥ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. സാർ, താമരശ്ശേരിയിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന തലമുറ യാത്ര ചെയ്യുന്നത് മരണത്തിലേക്കാണ്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ലഹരി നിറഞ്ഞിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കഴിക്കുന്നവർ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല. അഡിക്ഷൻ വരുന്നവർ ഒരു ഡി അഡിക്ഷൻ സെന്ററിന് വരെ ഭേദമാക്കാൻ പറ്റുന്നില്ല. മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത്. അത്ര അപകടത്തിലാണ് നിൽക്കുന്നത്. എന്താണ് കേരളത്തിലെ സ്ഥിതി? ഇതിന്റെ അവൈലബിലിറ്റി എന്താണ്? സ്കൂളിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ, ബീച്ചിൽ, പൊതുസ്ഥലത്ത്, ഹോട്ടലിൽ, വാക്വേയിൽ, ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ, ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ, കലുങ്കിനടിയിൽ, എവിടെ നോക്കിയാലും ഇത് സുലഭമാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം കൂടിയിട്ടുണ്ടെങ്കിലും കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. Magnitude of substance use in India 2019 റിപ്പോർട്ടാണ്. അതിൽ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കേരളം ഏറ്റവും പിന്നിലാണ്. ഇതൊരു വസ്തുതയാണ്. ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവേണ്ട കാര്യമില്ലല്ലോ. വസ്തുതയായിട്ട് നമ്മൾ കാണണം. നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് ദേശീയ തലത്തിലെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിരത്തിയായിരുന്നു എക്സൈസ് മന്ത്രിയുടെ പ്രതിരോധം. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. 2015 ജനുവരി 30-നാണ് കൊക്കൈനുമായി ഷൈനടക്കം 5 പേർ പിടിയിലായത്. ഷൈനോടൊപ്പം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയും മറ്റെല്ലാ പ്രതികളും കുറ്റവിമുക്തരായി. 2015 ജനുവരി 30-നായിരുന്നു ഷൈൻ ടോം ചാക്കോയെയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസ്സി സിൽവെസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരാണ് പിടിയിലായിരുന്നത്. കേസിൽ 8 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നത്. അറസ്റ്റിലായതിനു പിന്നാലെ താൻ കൊക്കൈൻ കൈവശം വെച്ചിട്ടില്ലെന്നായിരുന്നു ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ളയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. കേസിൽ 16കാരനടക്കം 2 പേർ അറസ്റ്റിലായി. എറണാകുളം സ്വദേശിയായ 19കാരൻ സുധീഷാണ് കൂട്ടുപ്രതി. ഗുരുതര ഉപദ്രവമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്ന് അടൂർ ഡിവൈഎസ്പി പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പ്രദേശവാസിയായ 16കാരനും അടൂരിൽ ബന്ധുവീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എറണാകുളം സ്വദേശിയായ സുധീഷും ചേർന്നാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു 5ാം ക്ലാസ്സുകാരി. ഇരുവരും ചേർന്ന് മറ്റു കുട്ടികളെ വിരട്ടിയ ശേഷമാണ് 5ാം ക്ലാസ്സുകാരിയെ ബലമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചത്. കുട്ടി വീട്ടിൽ വിവരം അറിയിച്ചതോടെ പോലീസിൽ പരാതി നൽകി. പോക്സോ പ്രകാരം കേസെടുത്ത അടൂർ പോലീസ് ഇന്നലെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. പ്രതികൾക്കെതിരെ തെളിവുകൾ ലഭിച്ചതായി അടൂർ ഡിവൈഎസ്പി. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ ബോർഡിന് മുമ്പാകെയും സുധീഷിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെയും ഹാജരാക്കി. പ്രതി സുധീഷിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട.
മുക്കം പീഡന ശ്രമക്കേസിൽ മുഖ്യപ്രതി സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ ശേഷവും ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ആൺ സുഹൃത്തും ഒത്തുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി ദേവദാസ് ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. തന്നെ വകവരുത്തുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും യുവതി ന്യൂസ് 18 പറഞ്ഞു. ജോലിക്ക് ചേരുന്നതിന് 1 വർഷം മുമ്പ് ഓഫർ ലെറ്റർ തന്ന ദേവദാസ് മറ്റിടങ്ങളിൽ ജോലിക്ക് കയറുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. പണവും സഹായങ്ങളും നൽകി വിശ്വാസ്യത ആർജിച്ചു. എന്നാൽ വൈകാതെ തന്നെ ഇയാളുടെ ലക്ഷ്യം വ്യക്തമായി. 2 വട്ടം ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും കാലുപിടിച്ച് തിരിച്ചെത്തിച്ചു. ആൺസുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ എടുത്ത CCTV ദൃശ്യം കാട്ടി ബ്ലാക്ക് മെയിലിംഗിനും ദേവദാസ് ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. ദേവദാസിന് കീഴടങ്ങില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് കെട്ടിടത്തിൽ നിന്നും ചാടിയത്. പരിക്കേറ്റ് നിലത്ത് വീണ ശേഷവും വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. നാട്ടുകാരെത്തിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെ നല്ല വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. രാവിലെ അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്ന. എന്നിട്ട് അവർ പറയുന്നത് സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. ആശുപത്രിയിലെത്തിയ ശേഷം ആദ്യ ദിനം കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. തന്റെ മൊഴിപ്രകാരമുള്ള FIR പോലീസ് ആദ്യമിടാത്തതിൽ വേദനയുണ്ടെന്നും യുവതി പറഞ്ഞു. രണ്ടാമത്തെ FIR എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവർ വന്നിട്ടുണ്ടായിരുന്നെ. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാണ്. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് യുവതി കണ്ണൂരിൽ വീട്ടിലെത്തിയത്. ഇടുപ്പല്ലിന് ഗുരുതരമായ പരിക്കുള്ളതിനാൽ മാസങ്ങളോളം ചികിത്സ തുടരണം. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ട മുറിഞ്ഞകല്ലിൽ ഡേറ്റിംഗിന് ക്ഷണിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകൻ ഒളിവിൽ. അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാറാണ് ഒളിവിൽ പോയത്. സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലേക്ക് യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ 1.5 വർഷമായി അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പഠിക്കുകയായിരുന്ന ഗായത്രിയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിലുണ്ടായ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് അമ്മ രാജി ആരോപിച്ചു. അധ്യാപകൻ തന്നെ, വേറെ ആരുമല്ല. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണ്. അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. കഴിഞ്ഞ ദിവസവും രാജിയും സ്ഥാപന ഉടമയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഫോണടക്കം വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാർ ഒളിവിൽ പോയി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. സ്ഥാപനത്തിന് മുന്നിലെ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഭാര്യയെയും ഇരട്ടക്കുട്ടികളെയും പുറത്താക്കി വീട് പൂട്ടിപ്പോയ സംഭവത്തിൽ കോടതി ഇടപെടൽ. നെയ്യാറ്റിങ്ങര കോടതി ഇടപെട്ടതിനെ തുടർന്ന് വിഴിഞ്ഞം പോലീസ് പൂട്ടുപൊളിച്ച് ഇവരെ വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. 8 വർഷം മുൻപായിരുന്നു വിഴിഞ്ഞം സ്വദേശി അജിത് റോബിൻസണും
തിരുപ്പുറം സ്വദേശി നീതുവും വിവാഹിതരായത്. ഇവരുടെ 5 വയസ്സുള്ള ഇരട്ട കുട്ടികളിൽ ഒരാൾ വൃക്കരോഗിയാണ്. അജിത്തും നീതുവും ഏറെ നാളായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മുൻപ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന അജിത്തിന് പിന്നീട് സർക്കാർ ജോലി ലഭിച്ചു. ഇതോടെ കൂടുതൽ സ്ത്രീധനമടക്കം ആവശ്യപ്പെട്ടു തുടങ്ങിയതായാണ് നീതുവിന്റെ പരാതി. ഗാർഹിക പീഡന കേസും കോടതിയിലാണ്. കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ നേടുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതിയിൽ പോയി മടങ്ങിയെത്തവെയാണ് അജിത്ത് വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടത്. ഇതോടെ നീതുവും കുട്ടികളും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. പരാതിയെ തുടർന്ന് കോടതി ഉത്തരവ് ലംഘിച്ചതിനും ബാലനീതി വകുപ്പ് പ്രകാരവും അജിത്തിനെതിരെ കേസെടുത്തു. ഇന്നലെ രാത്രി 7:30 വിഴിഞ്ഞം പോലീസാണ് ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് ഇവരെ അകത്ത് കയറ്റിയത്. അജിത്ത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതിനാൽ നീതുവും കുട്ടികളും വലിയ ബുദ്ധിമുട്ടിലാണ്. കുട്ടികളുടെ പഠനമടക്കം പ്രതിസന്ധിയിലായി. ന്യൂസ് 18 തിരുവനന്തപുരം. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം. അന്വേഷണത്തിന് 3 അംഗ സമിതിയെയാണ് നിയോഗിച്ചിട്ടുള്ളത്. അതിനിടെ കയർ ബോർഡ് ചെയർമാനെതിരെ ആരോപണവുമായി മരിച്ച ജോളിയുടെ കുടുംബം രംഗത്തെത്തി. വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് ചെയർമാൻ നടത്തുന്നത് എന്ന് കുടുംബം ആരോപിച്ചു. ജോളി മധുവിന്റെ മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചെറുകിട വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിച്ചു. പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 3 അംഗ സംഘം അന്വേഷണ റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണം. ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിക്കുക. മരണത്തിന് പിന്നാലെ കയർ ബോർഡ് ചെയർമാൻ പുറത്തിറക്കിയ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ജോളി മധുവിന്റെ കുടുംബം ആരോപിച്ചു. ജോളിയുടെ ട്രാൻസ്ഫർ മരവിപ്പിച്ചു എന്നായിരുന്നു കയർ ബോർഡിന്റെ വിശദീകരണം. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് ട്രാൻസ്ഫർ റദ്ദാക്കിയതെന്നാണ് കുടുംബം പറയുന്നത്. മരണശേഷവും കയർ ബോർഡ് ചെയർമാൻ മാധ്യമങ്ങളോടോ പൊതുജനങ്ങളോടോ വസ്തുത സംസാരിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. ജോളിയുടെ മൃതദേഹം ഇന്ന് കയർ ബോർഡ് കൊച്ചി ആസ്ഥാനത്തും വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 11-ന് ഇടപ്പള്ളിയിലാണ് സംസ്കാരം. ന്യൂസ് 18 കൊച്ചി. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ SITക്ക് നിർദ്ദേശം നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷയുടെ അപ്പീലിൽ ആണ് നടപടി. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, CBI അന്വേഷണമാണ് വേണ്ടത് എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വാദം കേൾക്കാൻ K മഞ്ജുഷയും മക്കളും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ആഭ്യന്തര കലഹം വർദ്ധിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി MLAമാരുമായി കൂടിക്കാഴ്ച നടത്തിയ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ കപൂർത്തല ഹൌസിൽ ആയിരുന്നു കൂടിക്കാഴ്ച. 30 MLAമാരുമായി ആശയവിനിമയം നടത്തിയെന്ന കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഭഗവന്ത് മാനെ മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസും BJPയും. നിർമ്മിത ബുദ്ധിയുടെ വികാസത്തിൽ തൊഴിൽ നഷ്ടമുണ്ടാകുമോ എന്നതാണ് പ്രധാന ആശങ്കയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി മോദി അഭിസംബോധന ചെയ്തു. AI-യുടെ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊപ്പം AI ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാനും രാജ്യങ്ങൾ തമ്മിൽ സഹകരണം ആവശ്യമാണ് എന്ന് മോദി പറഞ്ഞു. അതിവേഗം വളരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വ്യവസായത്തിന്റെ അമിത നിയന്ത്രണം പ്രതികൂലമായി ബാധിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് അഭിപ്രായപ്പെട്ടു. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയോടെ മോചിപ്പിക്കണമെന്ന ഹമാസിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് ഇസ്രായേലിനോടും ഹമാസിനോടും UN മേധാവി അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത അംബാനി കുടുംബം. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി, അമ്മ കോകില ബെൻ അംബാനി, മക്കളായ ആകാശ് അംബാനി, അനന്ത് അംബാനി, അനന്തിന്റെ ഭാര്യ രാധിക മർച്ചന്റ് എന്നിവരാണ് കുംഭമേളയിൽ എത്തിയത്. ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മേത്ത, മക്കളായ പൃഥ്വി, വേദ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മാഘ പൂർണിമയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകരുടെ തിരക്കായതിനാൽ ബോട്ടിലാണ് കുടുംബം ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയത്. റിലയൻസ് ഫൗണ്ടേഷൻ കുംഭമേളയ്ക്കെത്തുന്ന തീർത്ഥാടകർക്കായി സൗജന്യ ഭക്ഷണം, വൈദ്യസഹായം, ഗതാഗത സഹായം, മെച്ചപ്പെട്ട കണക്ടിവിറ്റി തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 8,020 രൂപ, പവൻ 64,160. 18 ക്യാരറ്റ് ഗ്രാമിന് 6,650, പവൻ 53,200. വെള്ളി ഗ്രാം 105, കിലോ 1,05,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് at 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.